ഞങ്ങളിവിടെ വന്നത് ഒരു സ്കൗട്ട് ഗൈഡ് ബണ്ണി ബുൾബുൾ കപ്പ് ക്യാമ്പിനാണ് വന്നത്. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൂടെ എനിക്ക് ഈ പരിപാടി നന്നായിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ കാര്യങ്ങളല്ലാതെ നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യമുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് ഫയറും കൂടെ ഉണ്ടായിരുന്നു. അതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിരുന്നു. ഇനി എനിക്ക് ഇതേപോലത്തെ ക്യാമ്പിന് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇനിയും എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ക്യാമ്പിന് വരും. എൻ്റെ പേര് കാർത്തിക്. ഞാൻ വരുന്നത് CV കൊല്ലത്ത് നിന്നാണ്. ഞാൻ 8ലേക്കാണ്. ചിന്ന വിദ്യാലയ കൊല്ലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ആദ്യനീഷ്. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങളിവിടെ വന്നത് ഒരു സ്കൗട്ട് ഗൈഡ് ബണ്ണി ബുൾബുൾ കപ്പ് ക്യാമ്പിനാണ് വന്നത്. ആദ്യത്തെ ദിവസം ഞങ്ങൾ വന്നത് രാത്രിയായിരുന്നു. 8:30ക്കായിരുന്നു ഞങ്ങൾ വന്നത്. അടുത്ത ദിവസമായപ്പോൾ ഞങ്ങൾ രാവിലെ എന്നിട്ടു. എല്ലാവരും 6:15 നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു BP6 എന്നുള്ള എക്സസൈസും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ ചെയ്യിപ്പിച്ചായിരുന്നു. 6 എക്സസൈസാണ് ചെയ്യിപ്പിച്ചത്. സുരേഷ് മോഹൻ സാറ് ഞങ്ങൾക്ക് വേണ്ടി ഒരു സെർമണി ഉണ്ടായിരുന്നു. അത് ഞങ്ങളെയൊക്കെ വിളിച്ചിട്ട് കുറേ കാര്യങ്ങളും പറയുമായിരുന്നു. കൂടെ ഞങ്ങൾ അത് ചെയ്യുകയും ചെയ്തു. സാറിന് വേണ്ടി ഞങ്ങൾ കുറേ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അതിന് ശേഷം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, നമുക്ക് ഫ്രണ്ട്സിനെ ഒന്നും കിട്ടില്ല, ജസ്റ്റ് ഇവിടെ വന്നിട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോകേണ്ടി വരുമെന്ന്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായി നമുക്ക് ഇവിടുന്ന് കുറേ ഫ്രണ്ട് സർക്കിൾ കിട്ടി. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ലൈക്ക് ഡിസിപ്ലിൻ, ടീം വർക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്നൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് മനസ്സിലായി. കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ പുതിയ ഫ്രണ്ട്സിനെയും കിട്ടി. കുറേ വിദ്യാലയത്തിൽ നിന്ന് സ്റ്റാഫ് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് ക്ലാസ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാം. ഇവിടെ വന്നിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ റൂം എവിടെ ആയിരിക്കും, അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഡൗട്ടായിരിക്കുന്നു. പക്ഷെ നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ ഇറങ്ങിയ ഉടനെ തന്നെ നമുക്ക് ഗൈഡ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പറഞ്ഞു തന്നു നമ്മളെ റൂം ഏതാണ്, ഫുഡും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ സെർമണിക്ക് വേണ്ടി ഓരോരുത്തരും ലൈനായിട്ട് നിന്നു. ക്ലാസ് വൈസ് ആയിരുന്നു. കൂടെ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേജിൽ നിന്ന് നിൽക്കുകയും ചെയ്തു. ടീച്ചർമാർ ഞങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് തന്നു. ഉടനെ ഇവിടെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിയറി അല്ലാത്ത ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനെ കുറിച്ചിട്ട്. അതിൻ്റെ ഓരോ ലെസൺസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ കാര്യങ്ങളല്ലാതെ നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യമുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ തന്നെ ചോദിക്കാനൊക്കെ പറ്റുമായിരുന്നു. എന്നിട്ട് നമുക്ക് ഒത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഒരു ചാൻസ് ഇവർ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ മരത്തിന് മുകളിൽ നിൽക്കുക, പക്ഷെ ബാലൻസ് ചെയ്ത് നടക്കണമെന്നായിരുന്നു. ഇവിടെ 10 സോൺസ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാത്തിനകത്തും കയറാൻ പറ്റി. പക്ഷേ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. എല്ലാത്തിനകത്തൊന്നും കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ എല്ലാ സോൺസിലും കയറുകയും. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഈ ടെൻറ്റിൽ കൂടെ കയറുക. മൂന്നാമതെന്ന് പറയുന്നത് ഞങ്ങൾ ടെൻറ്റിൽ ഇരിക്കുക, ആൾക്കാരും കൂടെ ചേർന്ന് നിന്ന് ഞങ്ങൾ കുറേ പ്ലാനിങ്ങോ അതൊക്കെ ഉണ്ടായിരുന്നു. 4ഉം അത് തന്നെയായിരുന്നു. ഒരു 5ാമതെന്ന് പറയുന്നത് മുകളിലേക്ക് കയറുക എന്ന് വെച്ചാൽ ടെൻറ്റ് ഉണ്ടാക്കുക, അതിന് മുകളിലേക്ക് കയറുകയായിരുന്നു. നമുക്ക് ഓരോ കാര്യം മീൻസ് ക്ലൈംബിങ് ഓരോ സോൺസ് കാരണം നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുകയൊക്കെ ചെയ്തു. പിന്നെ 6ാമത്തത് എന്ന് പറയുന്നത് ക്ലൈംബിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ കയറിന് മുകളിൽ കയറുക എന്നായിരുന്നു. 7ാമത്തത് വെടിയുണ്ടായിരുന്നു. ഷോർട്ട് ഗൺ എന്നായിരുന്നു പേര്. പക്ഷെ അത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി ടഫ് ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. കൂടെ 8ാമത്തത് ഗോൾ പോസ്റ്റിന് മുകളിൽ ഞങ്ങൾ പ്ലാനിങ് ചെയ്യായിരുന്നു. 9ാമത്തത് ഇത് കയറിന് മുകളിൽ കയറുക, അങ്ങ് അറ്റം പിടിച്ച് ജയിക്കുന്നവർ ജയിച്ചു എന്ന് പറയും. ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പേര് കുക്ക് വിത്തൗട്ട് ഫയർ എന്നായിരുന്നു. എല്ലാ ടീംസും അവരുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി. എല്ലാ ടീച്ചേഴ്സും വന്നിട്ട് അത് ടേസ്റ്റ് ചെയ്തു. എല്ലാവരുടെടുത്തും ഗുഡ് വാല്യൂസ് പറഞ്ഞു. നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ആരുടെടുത്തും നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാക്സിമം അവരുണ്ടാക്കി. രാത്രി ഒരു ക്യാമ്പ് ഫയറും കൂടെ ഉണ്ടായിരുന്നു. അതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിരുന്നു. കൂടെ എല്ലാവരുടെയും ഡാൻസ്, പാട്ട് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നൈറ്റ് നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയറിന് എല്ലാവരും ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ എന്ന് വെച്ചാൽ അടുത്ത ദിവസമായപ്പോഴത്തേക്കും അതെന്ന് വെച്ചാൽ 3ാം ദിവസം ഞങ്ങൾക്ക് ബസ്സിൽ കയറി കുറേ സ്ഥലങ്ങളിലും പോകാൻ പറ്റി. ഞങ്ങളുടെ ഫേവററ്റ് സ്ഥലമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സ്ഥലം. അത് ഒരു അമ്പല ക്ഷേത്രം പോലെയായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. 400 മുകളിൽ സ്റ്റെപ്പുകളൊക്കെ കയറി പോകുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് വേൾഡ്സ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബസ്സിൽ ഞങ്ങൾ വരുമ്പോൾ കുറേ കാഴ്ചകളും ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഇവിടെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഭയങ്കര സ്ട്രിക്റ്റ് ടീച്ചേഴ്സ് ആയിരിക്കും,
നമ്മളെയൊക്കെ ഒന്നിനും അലോ ഒന്നും ചെയ്യില്ല അങ്ങനെ വിചാരിച്ചു. പക്ഷേ ടീച്ചേഴ്സൊക്കെ സ്ട്രിക്റ്റ് ആണ്, പക്ഷേ നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെന്ന് ഷെയർ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു സെറമണി ഉണ്ടായിരുന്നു, ലാസ്റ്റ് ആയിട്ട് ഒരു സെറമണി. പിന്നെ അതിൽ നിന്ന് ബുൾബുൾസിൻ്റെയും പിന്നെ ബണ്ണി ക്യാമ്പിൻ്റെയും കുറേ ഡാൻസും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിരുന്നു. ലാസ്റ്റ് പിന്നെ ടീച്ചർമാർ വന്നു, ടീച്ചർമാരുടെ എക്സ്പ്ലനേഷനും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് എൻഡിങ്ങിൽ നമുക്ക് മൊമെൻറ്റോസ് ഒക്കെ തന്നു. ഞങ്ങളെ 3 ദിവസത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ആകുമ്പോൾ ആയതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സാണ് എനിക്കെല്ലാം പറഞ്ഞു തന്നത്. എനിക്കിവിടെ വരാൻ പറ്റിയാലും പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയാലും എല്ലാത്തിനും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇനി എനിക്ക് ഇതേപോലത്തെ ക്യാമ്പിന് വരണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇനിയും എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ക്യാമ്പിന് വരും. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൂടെ എനിക്ക് ഈ പരിപാടി നന്നായിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ കുറേ ഞാൻ ജയിക്കുകയും ചെയ്തു. ചിലത് തോറ്റിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഫാമിലി ഇല്ലാത്തെങ്കിലും നമുക്കിത് പഠിക്കാനും പറ്റും. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുകയും ചെയ്യണം. ഇതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേൾഡ് എക്സ്പീരിയൻസ് ആണ്.